ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അമ്പാലയിൽ നിന്ന് പയ്യന്നൂരേക്കുള്ള ട്രെയിൻ യാത്രയിൽ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ 6:15 ആണ്. അപ്പോൾ ഇന്നലെ അവസാനത്തെ സ്റ്റേഷൻ മധ്യപ്രദേശിലെ രത്ലാം ജംഗ്ഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പാലയും ഡൽഹിയും രാജസ്ഥാനും മധ്യപ്രദേശും പിന്നിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കൂടിയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 6:30 മഹാരാഷ്ട്രയിലെ വസായ റോഡ് എന്നുള്ള സ്റ്റേഷനിലാണ് ട്രെയിൻ എത്തേണ്ടത്. ഇപ്പോൾ ട്രെയിൻ വസായ റോഡ് സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 6:30 ആയപ്പോഴത്തേക്കും വസായ റോഡ് ജംഗ്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ വസായ റോഡ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പോവാണ്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് പനവേലാണ്. പനവേലിൽ 7:30ക്കാണ് ആക്ച്വലി ട്രെയിൻ എത്തേണ്ടത്. ഹനി 6:15 എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി മിടുക്കിയായിട്ടിരിപ്പുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി ഇതിപ്പോൾ പനവേൽ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പനവേലിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങുകയും കൂടി വേണം പനവേലിൽ നിന്ന്. പനവേൽ സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്കും മഹാരാഷ്ട്രയിലത്തെ കോമൺ സ്നാക്കായ വടാപ്പാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടാപ്പാവ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. കുറച്ച് നാൾ പൂനെയിൽ താമസിച്ചുകൊണ്ടാണോ എന്നറിയില്ല, വടാപ്പാവിനോട് ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹമാണ്. പിന്നെ അതുകൂടാണ്ട് പനവേലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിട്ടി. അപ്പോൾ ഹനിതേ വടാപ്പാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പനവേലും കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവാണ്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് 11 മണിക്ക് ചിപ്പിൾ എന്നുള്ള സ്റ്റേഷനാണ്. അതുവരെ വേറെ സ്റ്റോപ്പൊന്നുമില്ല. ആക്ച്വലി ട്രെയിനിൽ ഇത്തിരി സ്റ്റോപ്സ് കുറവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഹരിയാനേനെയും ഡൽഹിനെയും രാജസ്ഥാനിനെയും മധ്യപ്രദേശിനെയൊക്കെ അപേക്ഷിച്ച് മഹാരാഷ്ട്രയിലെത്തുമ്പോഴത്തേക്കും ഭൂപ്രകൃതി തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. 8 മണിക്കായപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അപ്പവും മുട്ടക്കറിയും ദോശയും സാമ്പാറുമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പുറകിൽ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. അപ്പോൾ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം തന്നെ പശ്ചിമഘട്ട മലനിരകളാൽ അനുഗ്രഹീതമാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷിയായാലും മൊത്തത്തിലുള്ള ഭൂപ്രകൃതിയായാലും വളരെ അനുഗ്രഹീതമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പ്രകൃതി ഭംഗി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അത്രയും സുന്ദരമായിട്ടാണ് മഹാരാഷ്ട്രയിൽ പ്രകൃതിയിരിക്കുന്നത്. പ്രധാനമായും 4 നദികളാണ് മഹാരാഷ്ട്ര കൂടി ഒഴുകുന്നത്. ഗോദാവരി, നർമ്മദ, തപ്തി, കൃഷ്ണ. ഈ 4 നദികളും അതിൻ്റെ കൈവരികളും ചേർന്ന് മഹാരാഷ്ട്രനെ വളരെ നല്ല ഒരു കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ 11 മണിക്ക് എത്തണം എന്ന് പറഞ്ഞ് ചിപ്ലൂൺ സ്റ്റേഷനിലെ അതെത്തിയിട്ടോ. അത് ആക്ച്വലി 15 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് വെള്ളവും ചാഞ്ചൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിപ്ലൂൺ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ എടുത്തത്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് രത്നഗിരിയാണ്. 12:25-ന്. രത്നഗിരി സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. അങ്ങനെ ഞങ്ങളത് രത്നഗിരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. 12:25 ടൈം, പക്ഷെ അത് ബിഫോർ ടൈമായിരുന്നു. രത്നഗിരി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലത്തെ മാംഗോ ബൗളാണ്. ആക്ച്വലി അൽഫോൺസോ മാംഗോ ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ മാങ്ങയുടെ സീസണിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേഷനിലും ട്രെയിനിലൊക്കെ നിറയെ മാങ്ങ വയ്ക്കുന്നുണ്ടാവും. കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. പിന്നെ മാങ്ങയുടെ പൾപ്പ്, ഡ്രൈ മാംഗോ, അങ്ങനെ മാങ്ങയുടെ ബൈ പ്രോഡക്ട്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ രത്നഗിരി സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവാണ്. ലഞ്ച് ടൈമായി. നേരത്തെ പറഞ്ഞല്ലോ, ലഞ്ച് ഓൾറെഡി പനവേലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ഇങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പർണം എന്നുള്ള സ്റ്റേഷനാണ്. ഇവിടെ ആക്ച്വലി സ്റ്റോപ്പില്ല, പക്ഷെ ഇവിടെ നിർത്തി ട്രെയിൻ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് ആക്ച്വലി ലക്ഷദ്വീപാണ് പോകേണ്ടത്, ഗോവ എയർപോർട്ടിൽ നിന്ന്. ഗോവ എയർപോർട്ട് ഇവിടെ നിന്നാണ് 11 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് 62 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും മഡ്ഗാവ് എത്തി. ഗോവയിൽ 5:10 ആക്ച്വലി എത്തേണ്ടത്, പക്ഷേ കുറച്ച് നേരത്തെ എത്തിയത്. ഗോവയിലത്തെ ടെറൈനും ഏകദേശം നമ്മുടെ നാട്ടിൽ പോലത്തെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഭൂപ്രകൃതിയൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ് കുറച്ച് പ്ലെയിനായിട്ടൊക്കെയുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഗോവയിലത്തെ ഏറ്റവും ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്, കണക്കോണ. ഇതിനുശേഷം പിന്നെ വരുന്നത് കാർവാറാണ്, അത് കർണാടകയിലാണ്. പക്ഷെ ഇവിടെ സ്റ്റോപ്പില്ല. പക്ഷേ എന്തിനാണ് നിർത്തിയെന്നറിയില്ല, അങ്ങനെ നിർത്തി.
ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ കാർവാർ സ്റ്റേഷനിൽ കൂടെയാണ്. ഇനി അടുത്തത് ഉടുപ്പിയിലാണ് സ്റ്റോപ്പുള്ളത്. രാത്രി 9:18 ഇനി ഉടുപ്പിയിലെത്തേണ്ടത്. ഉടുപ്പി കഴിഞ്ഞ് കാസർഗോഡും കൂടി കഴിഞ്ഞാൽ അടുത്ത കണ്ണൂരായി. 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഇനി ഞാൻ ഓർഡർ ചെയ്ത ഫുഡാണ് ചിക്കൻ റൈസ്. അതിനായിട്ട് ഞങ്ങളിനിയിപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നു. 1 മണിക്ക് അലാമൊക്കെ വെച്ച്. ആക്ച്വലി 1:55 ആണ് കണ്ണൂരിൽ ട്രെയിനിൻ്റെ ടൈം. അപ്പോൾ അതിനനുസരിച്ച് എഴുന്നേക്കാൻ ഓർത്ത് 1 മണിക്ക് അലാമൊക്കെ വെച്ച് ഞങ്ങൾ കിടന്നു. അങ്ങനെ ഇപ്പോൾ സമയം പുലർച്ചെ 1:55 ട്രെയിൻ കണ്ണൂർ എത്താറായി. ഞങ്ങൾ ഇറങ്ങാൻ റെഡിയായിട്ട് ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഫൈനലി ഞങ്ങളിതേ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഹരിയാനയും ഡൽഹിയും രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയും കർണാടകയൊക്കെ പിന്നിട്ട് ഞങ്ങൾ അവസാനം കേരളത്തിലെത്തി. ഇനി ഇവിടുന്ന് 3:30 ഒരു വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി പയ്യന്നൂരേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ചുമരിലുള്ള തെയ്യത്തിൻ്റെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ 3:30 ആയപ്പോഴത്തേക്കും ചെന്നൈയിൽ നിന്നുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. പിന്നെ ഞങ്ങൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൽ കയറി പയ്യന്നൂരേക്കും പോയി. കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 10-15 മിനിറ്റ് മാത്രമേ പയ്യന്നൂരേക്ക് എടുക്കുള്ളൂ. അങ്ങനെ ഞങ്ങളത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ 42 മണിക്കൂറുകൾക്ക് ശേഷം ഹരിയാനയും ഡൽഹിയും രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയും ഗോവയും കർണാടകയും ഒക്കെ കഴിഞ്ഞ് കേരളത്തിലെത്തി. ഞങ്ങളത് ഞങ്ങളുടെ സ്വന്തം പയ്യൻ്റെ ഊരായ പയ്യന്നൂരിലെത്തി. ഇനി നാട്ടിലത്തെ വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള വീഡിയോകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.